ചേട്ടാ ഈ ചുടിച്ചായ എവിടെയൊക്കെ അല്ല ചേട്ടാ 5-6 വർഷം മുമ്പ് ഇവിടെ പണം വന്നല്ലേ അന്ന് പാടി ചടിതിണ്ടല്ലോ ഇടുകിണ്ടിട്ടാ ഇന്നും പാടുന്നുണ്ട്. ഹലോ, നിങ്ങളുടെ പരിപാടി കറക്റ്റ് ടൈം തുടങ്ങാൻ പറ്റുമല്ലോ അല്ലേ? എന്താ തുടങ്ങാലോ? ജയിക്കപ്പെട്ട എന്തേ അകത്തുണ്ട്. ഹലോ, അവിടെ നീ ആ ഫോൺ മെസ്സേജ് കൊടുത്തേ. ഇവിടെ പോലീസാന്ന് പറഞ്ഞ് കൂടുതൽ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ എല്ലാ യാത്രയും ഇങ്ങനെയൊക്കെ തന്നെ. ആ ഘോഷയാത്ര ആകുമ്പോൾ ഇത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടാവും. താനിങ്ങോട്ട് കൂടുതൽ അരി പറക്കാൻ നിൽക്കണ്ട. ആ ഞാൻ എമ്മനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ഒന്ന് പുറകിലോട്ട് വന്നേ. ആ എടാ, ഞാൻ SI വിളിച്ചൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. താലപ്പൊലിക്കൊക്കെ നല്ല പിള്ളേർ വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇനി വരാം. ഞാൻ ഇവിടെ ഗാനമേളയ്ക്ക് പാടാവുന്ന 2-3 പീസുകളുണ്ട്. ഞാൻ അതുങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ശരി. ഇതാ കണ്ടില്ലേ, അടച്ചു പൂട്ടിയ ഒരു ഗ്രീൻ റൂം ആണെന്ന് പറഞ്ഞതല്ലേ ഇങ്ങടത്ത്? എഗ്രിമെന്റിൽ അത് ഉണ്ടായിരുന്നു. അല്ല, ഈ ഓല വലിച്ചു കെട്ടിയതിനകത്തുനിന്ന് പെണ്ണുങ്ങൾ എങ്ങനെ ഡ്രസ്സ് മാറും? പന്തൽ പണിന്ന് സാബുവിനെ വിളിച്ചേ. എന്തിനാ മറിക, ഞാൻ നോക്കട്ടെ. ഇതെന്താ കുഴപ്പം? ഇവിടെ നിന്ന് ആരും ഒളിഞ്ഞു നോക്കത്തൊന്നുമില്ല. ആണുങ്ങൾക്ക് കുഴപ്പമില്ല, ഈ ഫീമെയിൽസിനെ. ഓ പിന്നെ ഫീമെയിൽസ് ഉത്സവ പറഞ്ഞ് പാട്ട് നടക്കുന്ന പെമ്പിളാരല്ലേ, ഇതൊക്കെ ധാരാളം മതി. അല്ല സുഹൃത്തെ, നിങ്ങളുടെ അമ്മയും പെങ്ങളും ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നുണ പറയാൻ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമായിരിക്കും, പക്ഷെ അവർ സമ്മതിക്കില്ല. താൻ എന്ത് വർത്താനാണ് പറയുന്നത്? വർത്താനം പറയുന്നു. അതെ, ഇച്ചിരി ചൂടുവെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ടോ? തൊണ്ടയ്ക്കൊരു വെള്ളവും ഫുഡൊക്കെ അപ്പുറത്തെ ചായക്കട അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ കഴിച്ചോണ്ടിരിക്കുക. കഴിച്ചു കഴിഞ്ഞ് വന്നാൽ ഓട്ടേന്റെ പരിപാടി തുടങ്ങും. ആവശ്യത്തിന് കഴിച്ചോട്ടാ, പോലീസുകാർ കഴിച്ചാവും. മീൻ വറുത്തത് നല്ലതാ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മോതാന്ന് പറയും. നിങ്ങളുടെ അവിടെ ആർത്തി എന്ന് പറയും. ഇവിടെ മീൻ വറുത്തോടെ ഇവിടെ ഒരെണ്ണം ഓരോന്ന് വീതം കൊടുത്താൽ മതിയെന്നാ കമ്മിറ്റിക്കാർ പറഞ്ഞ്. രണ്ടാമത്തേന് കാശ് തരേണ്ടി വരും. വേണ്ട, ഇവിടെ വേണ്ട. അല്ലെങ്കിൽ ഈ മീനിനെ ഒരു ഉളുമ്പ് ജവ. അതെ, നമുക്ക് ഷെയർ ഇട്ടൊരു ബീഫ് മേടിച്ചാലോ? ഞാൻ കഴിച്ചു കഴിയാറായി. അത് നീ ഒരു 50 രൂപ ഞാൻ ഷോ കഴിയുമ്പോൾ തരാം. ഇതേ ബീഫ് ചേട്ടാ, ഒരു ബീഫ്. അതെ, ഒരു പീസൊക്കെയാ. അമേരിക്കൻ ഷോ വന്നിട്ടുണ്ട്. അമേരിക്ക ഷോ നിനക്കോ? അമേരിക്ക ഷോ വന്നിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഡുവേറ്റ് പാടിയല്ലേ അമേരിക്കക്കാരുടെ ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ? ഡേറ്റ് നേരത്തെ പറയണം കേട്ടോ, എനിക്ക് കല്യാണ പ്രോഗ്രാംസ് ഉള്ളതാ. അതിനൊന്നും കൺഫേം ആയിട്ടില്ല. ആ, ഇത് ജേക്കപ്പേന്റെ ഇടപാടാണോ? ബെസ്റ്റ്. എടാ, ഇത് വല്ലതും പറ്റിച്ചാൽ ഇവിടെ നല്ല പുതിയ പിള്ളേര്, നല്ല പേരും പ്രശസ്തിയും ഉള്ളവര് നിലം തൊടാൻ പാടുന്നു. ഇതിന്റെ ഇടയിൽ നിന്നെ ആര് കൊണ്ടുപോകാൻ? ഈ പണി തന്നെയാ കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പണി അറിയാവുന്നതുകൊണ്ട് തന്നെയാ പിടിച്ചു നിൽക്കുന്നത്. वो फोटो में जो आदमी अभी है ना, सिंगर है क्या? रंग बिरंगे फूल खिले हैं, लोग भी फूलों जैसे. ഉല്ലാസിന്റെ വാട്സപ്പിലേക്ക് ഞാൻ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രോഗ്രാം നമ്മൾ പൊളിക്കും. കുറച്ചോ? ധന്യാവുമ്പോ അച്ഛനെ കൊണ്ടുവരും. ഞാനാവുമ്പോ ഒറ്റയ്ക്ക് വരും. എവിടെ? അമേരിക്കക്ക്. ഉല്ലാസിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എന്തൊരു അത്ഭുതം. എന്താ ഇവിടെ? ഈ പരിപാടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നതേ. അതെ, നമ്മളിപ്പോ കണ്ടു കുറെ കാലമായില്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഉള്ള പഠിത്തമൊക്കെ കഴിഞ്ഞു, പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. ചേട്ടാ, ഒരു സോഡ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലേ? ഞാൻ മുമ്പിലിരിക്കാം. കാണാം. പോയാ നല്ല വെള്ളം. കാർത്തികൻ തോപ്പിൽ സുകുമാരന്റെ ഹാർമോണിസ്റ്റ് ആയിരുന്നു. ഒരു കാലത്ത് സ്റ്റാറായിരുന്നു. ഞാനൊക്കെ കാണാൻ കൊതിച്ചു വന്നിട്ടുണ്ട്. കള്ളുകൂടി